ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു യൂണിഫോം സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ 1 മീറ്റർ ക്ലോത്താണ് ഉള്ളത്. അത് ഞാൻ ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ശേഷം ഞാൻ ഫോൾഡഡ് സൈഡ് നമ്മുടെ മുകളിൽ വരുന്ന വിധത്തിൽ ക്ലോത്ത് ഇതേപോലെ വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഒന്ന് മെഷർ ചെയ്തെടുക്കുക. എനിക്കിവിടെ 23 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ശേഷം നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 25 കിട്ടുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ 25ൻ്റെ 3 ഇരട്ടി കാണുക. 25 × 3 ചെയ്യുക. അപ്പോൾ 75 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് മൊത്തത്തിന് വേണ്ട സ്കേർട്ടിൻ്റെ വിഡ്ത്താണ് 75 ഇഞ്ച്. അപ്പോൾ നമ്മൾ ക്ലോത്ത് രണ്ടായിട്ട് ഇടുമ്പോൾ നമുക്കത് 2 ഫോൾഡിലാവുമ്പോൾ 75ൻ്റെ പകുതിയാണ് വേണ്ടത്. അപ്പോൾ 75ൻ്റെ പകുതി കാണുമ്പോൾ 37.5 കിട്ടുക. അത് നമുക്ക് റൗണ്ടായിട്ട് 38 ഇഞ്ചായിട്ട് എടുക്കാം. അങ്ങനെ സ്കേർട്ടിൻ്റെ വിഡ്ത്തായിട്ട് 38 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 2 ഫോൾഡിലാണ് ക്ലോത്ത് ഇട്ടതെന്ന് ഓർക്കണം. ഇനി ലെങ്ത്ത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കറക്റ്റ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് നമുക്ക് 2 ഇഞ്ച് മൈനസ് ചെയ്യണം. 2 ഇഞ്ച് നമുക്ക് ബാൻഡിൻ്റെ വിഡ്ത്തായിട്ടാണ് കിട്ടുക. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 20 ഇഞ്ചാണ്. 20 ഇഞ്ച് മൈനസ് 2 18 ഇഞ്ച് കിട്ടും. ആ 18 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ബാൻഡ് ജോയിൻറ്റ് ചെയ്യാൻ 1/2 ഇഞ്ചും താഴെ മടക്കിയടിക്കാൻ 3 ഇഞ്ചും ആഡ് ചെയ്യുക. അപ്പോൾ 21.5 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്തായിട്ട് കിട്ടുക. ഇത്രയും മാർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് വിഡ്ത്തിൽ നിന്ന് താഴേക്ക് എത്രയാണോ നിങ്ങളുടെ ലെങ്ത്ത് അതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് ഈ പീസുകളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 പീസായിട്ട് കിട്ടും. ഇവിടെയുള്ള ഈ ബാക്കി പീസ് നമുക്ക് ബാൻഡായിട്ടും എടുക്കാം. ഞാൻ പേപ്പറിൽ കാണിച്ചതുപോലെ ക്ലോത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടാണുള്ളത്. സ്കേർട്ടിൻ്റെ വിഡ്ത്തായിട്ട് 38 ഇഞ്ചും ലെങ്ത്തായിട്ട് 21.5 ഇഞ്ചും മാർക്ക് ചെയ്ത് ഇവിടെ ഇതേപോലെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സെയിം പേപ്പറിൽ കാണിച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ക്ലോത്ത് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാൻഡിന് വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിലൊരു പീസും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബാൻഡിനുള്ള പീസ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ വീതിയായിട്ട് വരുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് വീതി കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡബിൾ എടുക്കണം. അതായത് ഇതേപോലെ ഫോൾഡ് ചെയ്തിടുമ്പോഴാണ് നമുക്ക് 2 ഇഞ്ച് വീതി കിട്ടുക. അപ്പോൾ മുമ്പിലും ബാക്കിലായിട്ട് നമുക്ക് 2 ഇഞ്ചും കൂട്ടുമ്പോൾ 4 ഇഞ്ച് അവിടെ തന്നെ ആയി. പിന്നെ 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടാണ് ഫോൾഡ് ചെയ്യുക. അതേപോലെ സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനും നമുക്ക് ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ ടോട്ടൽ നമുക്ക് ലെങ്ത്തായിട്ട് 5 ഇഞ്ച് വേണം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്തായിട്ട് 5 ഇഞ്ചും വിഡ്ത്തായിട്ട് വരുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ, നമുക്ക് നേരത്തെ 23 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത്, അതൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. പിന്നെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ടും വേണം. ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേസ്റ്റ് ബാൻഡ് കുറച്ച് അധികം എടുത്തിട്ട് കുറച്ച് പീസ് പുറത്തേക്ക് വരുന്ന വിധത്തിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ സ്കേർട്ടിൻ്റെ പീസ് ഇതേപോലെ 2 നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഒരുമിച്ച് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് 2 സൈഡും ഓപ്പൺ ആയിട്ടാണുള്ളത്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് പോക്കറ്റ് വെക്കാനുള്ള ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് പോക്കറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്കേർട്ടിന് എങ്ങനെയാണ് പ്ലീറ്റ്സ് ഇടുക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബോക്സ് പ്ലീറ്റാണ് ഇടുന്നത്. അതിനായിട്ട് ആദ്യം 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ വരച്ചെടുക്കുക. ക്ലോത്തിൻ്റെ അവസാനം വരെ ഇതേപോലെ ചെയ്തെടുക്കുക. അതേപോലെ എൻഡിലെത്തുമ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ബാക്കി വെക്കുക. ഇനി എങ്ങനെ പ്ലീറ്റ്സ് ഇടുക എന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം അടുത്ത പോയിൻറ്റ് ഇതേപോലെ ഫസ്റ്റ് പോയിൻറ്റിലേക്ക് കൊണ്ടുവെക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ 3ാമത്തെ പോയിൻറ്റ് ഇതേപോലെ പിടിച്ചുകൊണ്ട് 4ാമത്തെ പോയിൻറ്റ് ഉള്ളിലേക്ക് ആക്കുക. 3ാമത്തെയും 4ാമത്തെയും പോയിൻറ്റുകൾ ഒരുമിച്ച് ഇതേപോലെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അടുത്ത പ്ലീറ്റ്സും ഇതേപോലെ എടുക്കുക. ആദ്യത്തെ പോയിൻ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കുക. അതിന് ശേഷം അടുത്ത പോയിൻ്റ് വിട്ട് മറ്റേ പോയിൻ്റ് ഉള്ളിലേക്ക് ആക്കിയിട്ട് പിൻ ചെയ്തെടുത്ത് നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സ് മൊത്തത്തിലെടുക്കാം. ഇനി നിങ്ങൾക്കിത് വീതി അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് വീതിയിലും ബോക്സ് പ്ലീറ്റ് ചെയ്തെടുക്കാം. സെയിം പറഞ്ഞ മെത്തേഡിലേക്ക് കൂടി 2.5 ഇഞ്ച് ഇങ്ങനെ മുഴുവനായിട്ട് മാർക്ക് ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ പ്ലീറ്റ്സ് എടുത്താൽ മതിയാവും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ഈ ക്ലോത്തിൻ്റെ ഒരു മെഷർമെൻറ്റ് വരേണ്ടത് നമ്മുടെ വേസ്റ്റിൻ്റെ പരം 1 ഇഞ്ച് കൂട്ടിയിട്ടുണ്ടാകുന്ന ഒരു മെഷർമെൻറ്റിലേക്ക് നമുക്ക് ഈ ക്ലോത്ത് കിട്ടണം. അപ്പോൾ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ക്ലോത്തിൽ നടത്തേണ്ടി വരും.
അങ്ങനെ സ്കേർട്ടിൽ നമ്മൾ പ്ലീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഓപ്പണിങ് കൊടുക്കണം സൈഡിൽ. ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ എൻ്റെ ഭാഗത്ത് നമുക്കൊരു 3 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്ലോത്തിൻ്റെ മോശം വശത്തേക്കാണ് ഇതേപോലെ ഒരു ഓപ്പണിങ് കൊടുക്കേണ്ടത്. അതേപോലെ മറ്റേ അറ്റത്തും ഇതേപോലെ തന്നെ 3 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുക. അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി ബാൻഡ് പീസ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ മോശം വശത്തേക്ക് ബാൻഡിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ ഇതേപോലെ അറേഞ്ച് ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ നമുക്ക് ബാൻഡ് പീസ് അറ്റാച്ച് ചെയ്തെടുക്കുക. അറേഞ്ചിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതേപോലെ മറ്റേ എൻഡിലെത്തുമ്പോൾ അറേഞ്ച് ഉള്ളിലാക്കിയിട്ട് വേണം ബാൻഡ് പീസ് വെക്കാൻ. അങ്ങനെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്തതായി നമ്മൾ അറ്റാച്ച് ചെയ്ത ബാൻഡ് പീസ് നല്ല വശത്തേക്ക് ഇതേപോലെ ഓപ്പൺ ആക്കി വെക്കുക. ശേഷം മുകളിൽ നിന്നും ഒരു അറേഞ്ച് മടക്കിയിട്ട് നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത ആ ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ ബാൻഡ് പീസ് ഇതേപോലെ വെക്കുക. തയ്യൽ കാണാത്ത വിധത്തിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ബാൻഡ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്ലോത്തിൻ്റെ മറ്റേ അറ്റത്ത് എത്തുമ്പോഴും ഇതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ബാൻഡിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ സൈഡ് ജോയിനിങ് ആണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെക്കുക. അതിനുശേഷം നമ്മൾ കൊടുത്ത ഓപ്പൺ കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം ഒരു അറേഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് ജോയിനിങ് കൂടി കഴിഞ്ഞാൽ നമുക്ക് താഴെ മടക്കിയടിക്കാനാണ് ഉള്ളത്. അപ്പോൾ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് താഴെ മടക്കിയടിക്കാൻ കൊടുത്തത് ആ ഒരു വീതി മാർക്ക് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് അറേഞ്ചിന് മടക്കാം. അതിനുശേഷം നമ്മൾ വീതിക്ക് ഇതേപോലെ യൂണിഫോമിൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതും കൂടി കഴിഞ്ഞ് നമ്മൾ സ്കേർട്ട് കംപ്ലീറ്റ് ആയി. ഇനി സ്കേർട്ടിലേക്കായിട്ട് നമുക്ക് ഹുക്കും ബെൽറ്റ് വെക്കേണ്ട സ്പേസുമാണ് ചെയ്യാനുള്ളത്. അത് ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.